സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ റെക്കോർഡ് വർധനവ്. ഇന്നലത്തെ ഉപഭോഗം 11 ദശലക്ഷം യൂണിറ്റ് കവിഞ്ഞു. ശനിയാഴ്ച മാത്രം രേഖപ്പെടുത്തിയത് 10.82 ദശലക്ഷം യൂണിറ്റാണ്. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, ഒരുപക്ഷെ ഇങ്ങനെ പോവുകയാണെങ്കിൽ സംസ്ഥാനത്ത് അതൊരു വൈദ്യുത പ്രതിസന്ധിക്ക് കൂടുതൽ കാരണമാകുമെന്നല്ലേ കരുതേണ്ടത്? തീർച്ചയായും വിഷ്ണു, സംസ്ഥാനത്ത് ഇന്നലെ രാത്രി 10:47 വരെ ഉപയോഗിച്ച വൈദ്യുതിയുടെ കണക്കാണ് ഇപ്പോൾ KEC പുറത്തുവിട്ടിട്ടുള്ളത്. 11 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതായത് 11.1 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലത്തെ മാത്രം ഉപയോഗം. ശനിയാഴ്ച 10.82 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു വൈദ്യുതി ഉപയോഗം. ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഒരു രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാവാൻ കാരണമാകുമെന്നൊരു KEC ആശങ്ക അറിയിക്കുന്നുണ്ട്. നമുക്കറിയാം, സംസ്ഥാനത്തെ ഡാമുകളിലൊക്കെ ജലം കുറവാണ്. 40% താഴെയാണ് ജലം. ഒരുപക്ഷെ പകുതിയെങ്കിലും വെള്ളമുണ്ടെങ്കിൽ മാത്രമേ വൈദ്യുതി ഉൽപാദനം സുഗമമായി നടത്താനും വിതരണത്തിനും സാധിക്കുകയുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി നിലനിൽക്കുന്നത്. പീക്ക് അവറിൽ പരമാവധി ഈ വൈദ്യുതി ഉപകരണങ്ങൾ, ഏറ്റവും കൂടുതൽ വൈദ്യുതി കൺസ്യൂം ചെയ്യുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനമായി പറയുന്നത് ഫ്രിഡ്ജ്, AC തുടങ്ങിയ ഉപകരണങ്ങൾ, തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി കൺസ്യൂം ചെയ്യേണ്ടി വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി നിലനിൽക്കുന്നത്. പുറത്തു നിന്നും വൈദ്യുതി വാങ്ങുന്ന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇതുവരെ തീരുമാനമുണ്ടായില്ല. നിലവിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നുണ്ടെങ്കിലും പക്ഷേ KEC ഉപയോഗിക്കേണ്ട രീതിയിലല്ലെങ്കിൽ അത്രയും അളവിൽ വൈദ്യുതി വാങ്ങുന്നില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ താപനിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതിയും മറ്റ് സൗരോർജ്ജ വൈദ്യുതിയിലും ഉപയോഗിക്കുന്നതിലും കുറവ് വൈദ്യുതിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും നിലവിൽ KEC ആശങ്ക അറിയിക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള വൈദ്യുതി പ്രതിസന്ധി സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഒരു ശക്തമായ മഴ ലഭിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വൃഷ്ടി പ്രദേശത്ത് ഒരു ശക്തമായ മഴ ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പ്രതിസന്ധി ഒരു പരിധി വരെയെങ്കിലും പിടിച്ചു നിർത്താൻ സാധിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ വൈദ്യുതി പ്രതിസന്ധിയെ പറ്റി, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഊർജ്ജ പ്രതിസന്ധി സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ KEC സംസ്ഥാന സർക്കാർ വ്യക്തമാണ്. ടിൻഡു ദാസാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.